ദീപക് എസ് ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ലക്ഷ്യ പബ്ലിക്കേഷൻസിൻ്റെ കേരള PSC സ്കൂൾ ടൈം ക്ലാസ് റൂമും അറിവും പാർട്ട് 3 ആണ്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ ചരിത്രത്തിൻ്റെ ബുക്കാണ്. ഓക്കെ, ഇതിൽ അടങ്ങിയിരിക്കുന്ന ക്ലാസ് 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, സോ ഇത് ലക്ഷ്യയുടെ ഒരു ഭയങ്കര വിറ്റുപോകുന്ന ഒരു ബുക്കാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുള്ളത് ഒരു റിവ്യൂ യൂണിറ്റാണ്. ഒരു കടയിൽ നിന്ന് എനിക്ക് റിവ്യൂവിനായിട്ട് തന്ന ഒരു ബുക്കാണ്. ഓക്കെ, സോ നമുക്കിവിടെ കാണാം സ്കൂൾ ടൈം ക്ലാസ് റൂമും അറിവും, പിന്നെ നമ്മുടെ ലീഡേഴ്സിൻ്റെയൊക്കെ കുറേ പടങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആൻഡ് ബാക്കിൽ എഴുതിയിട്ടുണ്ട് ലക്ഷ്യ പബ്ലിക്കേഷനാണ്. അവിടെ തന്നെ പാർട്ട് 1 ഉണ്ട്, അതിൽ ഭരണഘടന അതൊക്കെയാണ് വരുന്നത്. പിന്നെ പാർട്ട് 3 അതിൻ്റെ ഒരു പരസ്യമാണ് കാണിച്ചിരിക്കുന്നത്. ഈ ബുക്കിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൽ എഴുതിയിരിക്കുന്ന പ്രൈസ് നമുക്ക് നോക്കാം. ഓക്കെ, 300 രൂപയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ലക്ഷ്യയുടെ വെബ്സൈറ്റിൽ ഈ ബുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ചരിത്രം നിങ്ങൾക്ക് ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഇല്ലെന്നിരിക്കട്ടെ, അതായത് SCERT 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ ഈ ഒരു ബുക്കിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഈ ബുക്കിലെ എല്ലാ 5 മുതൽ 10 വരെയുള്ള ചരിത്രം മൊത്തം ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ലക്ഷ്യ പബ്ലിക്കേഷൻ എഴുതിയിട്ടുണ്ട്. നല്ല പേജ് ക്വാളിറ്റിയാണ്, അക്ഷരവും നല്ല വലുതായിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇൻഡെക്സ് പേജിലേക്ക് പോവാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ലോക ചരിത്രം ആണ് ആദ്യം തുടങ്ങുന്നത്. ഓക്കെ, ക്ലാസ് 5 ചാപ്റ്റർ 1, 2 ഉണ്ടാവും. ഇവർ സോർട്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ആദ്യം ലോക ചരിത്രം, ക്ലാസ് 5, 6, 7, 8, 9, 10 ഇത് ഈ ക്ലാസ്സിൽ നിന്നുള്ള സോർട്ട് ചെയ്തിട്ട് ആദ്യം ലോക ചരിത്രത്തിൻ്റെ ചാപ്റ്റേഴ്സ് മാത്രം. ഓക്കെ, രണ്ടാമത്തെ വരുന്നത് ഇന്ത്യൻ ചരിത്രം. അപ്പോൾ അതും കണ്ടോ, ഇവർ തന്നെ സോർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ ചരിത്രം മൊത്തം ഒരു ഇത് സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് കേരള ചരിത്രം. ഓക്കെ, നല്ല കാര്യമാണ്. നമ്മളിപ്പം SCERT വായിച്ചാലും ഇങ്ങനെ കിട്ടില്ല, ഈ ഓർഡറിൽ കിട്ടില്ല. കാരണം അത് അങ്ങനെ കേരള ചരിത്രത്തിൻ്റെ ഒരു പോർഷൻ, ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു പോർഷൻ, ലോക ചരിത്രത്തിൻ്റെ ഒരു പോർഷൻ, അങ്ങനെ മിക്സ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡറിൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, സോ എന്തുകൊണ്ടും SCERT പഠിക്കണമെന്ന് ഞാൻ പറയും. ഓക്കെ, SCERT ഇല്ലാത്തവർക്ക് ഇതൊരു അടിപൊളി ബുക്കാണ്. കാരണം ലോക ചരിത്രം ആദ്യം മെൻഷൻ ചെയ്യുന്നു, പിന്നെ ഇന്ത്യൻ ചരിത്രം, പിന്നെ കേരള ചരിത്രം. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആദ്യം നമുക്കിപ്പം ലോക ചരിത്രം പഠിക്കണമെങ്കിൽ ലോക ചരിത്രം പഠിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം പഠിക്കണമെങ്കിൽ ഇന്ത്യൻ ചരിത്രം, അല്ലെങ്കിൽ കേരള ചരിത്രം. തുടങ്ങുന്നത് ഒരു സെറ്റായിട്ട് തന്നെ ഈ ബുക്കിൽ നമുക്ക് പോകാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളിപ്പം സെറ്റ് ചെയ്യുന്നൊരു സെറ്റ് ഹിസ്റ്ററി സബ്ജക്റ്റ് ഉള്ള ഒരാളാണ്, അതായത് സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ ബുക്ക് നല്ല ഫലപ്രദമാവും. ഓക്കെ, ഞാൻ എന്തായാലും സെറ്റ് ചെയ്തായിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പം ഈ ബുക്ക് ഞാൻ മേടിച്ചാലോ എന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ ഹിസ്റ്ററി ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു ബുക്കാണ്, വായിച്ചാലും മനസ്സിലാവുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇത് നോക്കാം. നമ്മൾ കണ്ടൻ്റ് എല്ലാം നോക്കി ഇതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ലോക ചരിത്രം. അതിൽ ചരിത്രത്തിലേക്കും കല്ലിൽ നിന്നും ലോഹത്തിലേക്കും, മധ്യകാല ലോകം, യൂറോപ്പ് പരിവർത്തന പാതയിൽ, ആദ്യകാല മനുഷ്യ ജീവിതം, നദീതട സംസ്കാരങ്ങൾ, ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ പോകുന്ന ഒരു ബുക്കാണ്. ഞാൻ മൊത്തം വായിക്കില്ല, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, PSCക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചരിത്രത്തിലെ പാഠഭാഗങ്ങൾ ഇതിലുണ്ട്. ഇനി ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം, ലോക ചരിത്രം. ഓക്കെ, അപ്പം ചരിത്രം എന്താണ്, ചരിത്രാതീത ലോകം, ഇതെല്ലാം ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബുക്കിൽ നല്ല പടങ്ങൾ, അതായത് പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുകൊണ്ട് പോകുന്ന ഒരു ബുക്കാണ്. അതായത് നമ്മളിപ്പോൾ SCERT വായിക്കുമ്പം നമുക്ക് പിക്ചേഴ്സ് കണ്ടല്ലേ പഠിക്കുന്നത്, അതേ ഒരു ഫീൽ തന്നെയാണ് ഈ ബുക്ക് വായിക്കുമ്പോഴും കിട്ടുന്നത്. നമുക്ക് കാണാം, കണ്ടോ, പിക്ചേഴ്സ് അടിപൊളിയായിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്കിവിടെ എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. പിന്നെ കൺഫ്യൂസിങ് ഫാക്ട്സ് കിട്ടില്ല ബുക്ക് തന്നെയാണ്. കൺഫ്യൂസിങ് ഫാക്ട്സ് കണ്ടോ, പിക്ചേഴ്സിന് അടിപൊളിയായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലത്തെ ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. സോ ലക്ഷ്യയുടെ ഇതിപ്പം നമ്മുടെ SCERT ബേസ്ഡ് ബുക്കിൻ്റെ ഒരു ഗൈഡ് ആയതുകൊണ്ടാണ് ഇവർ ഇത്രയും പിക്ചേഴ്സ് കൊടുക്കുന്നത്. അതായത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കണ്ടോ, പിക്ചേഴ്സ് ഉണ്ട്, അത്യാവശ്യത്തിന് പിക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഫോണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഗ്രി ലെവൽ ഗൈഡ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് അതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതാണ്, വായിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നു. ഓക്കെ, സോ എൻ്റെ ബുക്കിൻ്റെ ബൈൻഡിങ് അടിപൊളിയാണ്, പേജ് ക്വാളിറ്റി എല്ലാം കിട്ടില്ലാണ്. പിന്നെ കണ്ടൻറ്റ് കണ്ടോ, അത്യാവശ്യത്തിനുള്ള എല്ലാ കണ്ടൻറ്റും സോർട്ട് ചെയ്താണ് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇത് വേൾഡ് ഹിസ്റ്ററിയാണ് നോക്കുന്നത്.
ഓക്കെ, കണ്ടോ സ്റ്റാൻഡേർഡ് 10 എല്ലാം, അതായത് SCERT ടെക്സ്റ്റിലുള്ള മൊത്തം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം SCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്കാണ് ഇത് നല്ല കിട്ടില്ല ബുക്കെന്ന് പറയുന്നത്. കാരണം SCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്ക് നോക്കി ആയിരിക്കുമല്ലോ പഠിക്കുന്നത്. ഇപ്പം നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്കാണ് ഇങ്ങനൊരു ഗൈഡിൻ്റെ അത്യാവശ്യം അല്ലേ. സോ ഇപ്പോൾ SCERT ബുക്ക് ഉള്ളവർക്കാണെങ്കിലും ഇത് മേടിക്കാം. എന്താണ് കാരണം, ഇതിൽ സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം വേൾഡ് ഹിസ്റ്ററി, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ കേരള ഹിസ്റ്ററി. ഓക്കെ, സോ നമുക്കിവിടെ കാണാം മൊത്തം, അതായത് ഹിറ്റ്ലറിനെ കുറിച്ചും എല്ലാം ഈ ഒരു ബുക്കിൽ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം കണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. അതായത് കലിംഗ യുദ്ധമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കാണാം നമുക്ക്. ഓക്കെ, പിക്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി എന്നാണ് തുടങ്ങേണ്ടതെങ്കിൽ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, കേരള ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക, പഠിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ നടുക്കെന്ന് തുടങ്ങാം, അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ പഠിക്കാം. സോ ഈ ഒരു ബുക്ക് നിങ്ങൾ പഠിച്ചാൽ തന്നെ PSCയിലെ ഒട്ടുമിക്ക ഹിസ്റ്ററി ചോദ്യങ്ങളെ ഉത്തരം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളിപ്പോൾ LP UP എക്സാമിന് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷണൽ ആണെങ്കിലും, അതായത് നിങ്ങൾ സബ്ജക്റ്റ് സോഷ്യൽ സയൻസോ ഹിസ്റ്ററിയോ ആണെങ്കിലും, സെറ്റ് എക്സാമിന് പോലുള്ള എക്സാമിന് ഇത് നല്ല ഫലപ്രദമാകുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഓക്കെ, സോ ഈ ബുക്കിൻ്റെ റേറ്റ് നമുക്ക് അറിയാം 300 പക്ഷെ നിങ്ങൾക്ക് 270 രൂപയ്ക്കൊക്കെ സുഖമായിട്ട് കിട്ടും. ഓക്കെ, 250 കിട്ടും, അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, സോ നമുക്ക് കാണാം ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ നമ്മുടെ കണ്ടൻറ്റാണ്, അതായത് SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് അവസാനം ഓരോ പാഠഭാഗങ്ങൾ തീരുമ്പോൾ ഇതുപോലെ അതായത് കേരള ഹിസ്റ്ററിയുടെ മൊത്തം ഒരു ഡൗട്ട് കണ്ട സീരീസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. അതുപോലത്തെ ഒരു കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഭയങ്കര പ്രീവിയസ് ഇയർ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് കുറച്ച് ആണെങ്കിലും അവർ തന്നിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് സ്കൂൾ ടൈം ക്ലാസ് റൂമും അറിവും ചരിത്രം ബുക്ക്. ഉറപ്പായിട്ടും നിങ്ങൾ മേടിക്കേണ്ട ഒരു ബുക്കാണ്. ചരിത്രം സോർട്ട് ചെയ്ത് ഓർഡറിൽ പഠിക്കണമെങ്കിൽ ഇതുപോലൊരു ബുക്ക് വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു ഏത് റാങ്ക് ഫയൽ ഉണ്ടെങ്കിലും ഈ ഒരു ബുക്ക് മേടിക്കാം. കാരണം ഇതിൽ ചരിത്രം കറക്റ്റ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. PSCക്ക് ആയാലും മറ്റേത് പരീക്ഷയ്ക്കാണെങ്കിലും ഇത് ഉപകാരപ്രദമാകും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള PSCക്ക് ആവശ്യമായിട്ടുള്ള ബുക്സും പഠിക്കാനുള്ള കണ്ടൻറ്റും മറ്റായിരിക്കും ഞാൻ വരുന്നത്. സോ അത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടിൽ ദെൻ ഹാവ് എ ഗ്രേറ്റ് ഡേ, ബൈ.